പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ എന്ന ട്രംപിന്റെ പ്രഖ്യാപനം പാഴ്വാക്കായിരിക്കുന്നു. ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ഇസ്രായേൽ സംയുക്ത സൈന്യം ആക്രമിച്ചു. ആക്രമണം രാജ്യത്തെ കാര്യമായി ബാധിച്ചില്ലെന്ന് ഇറാൻ ഊർജ്ജ മന്ത്രി അബ്ബാസ് അരിയാബ്ജി അവകാശപ്പെട്ടു. അമേരിക്ക വൻ കുടുക്കിലകപ്പെട്ടുവെന്നും കണ്ണിന് പകരം തലയെടുക്കുമെന്നും ഇറാൻ പ്രതിരോധ മന്ത്രി മുഹ്സിൻ റസായി പ്രസ്താവിച്ചു. ലബനിലും ഇറാൻ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി വിനോദ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. വിനോദ്, ഇന്നലെ ഇറാന്റെ ഭാഗത്തു നിന്നായിരുന്നു ശക്തമായ ആക്രമണമെങ്കിൽ ഇന്ന് ഇസ്രായേൽ സംയുക്ത സൈന്യം ഇറാന് മേൽ ആക്രമണം നടത്തുന്നു. അവരുടെ ഊർജ കേന്ദ്രങ്ങളിലേക്ക് കടന്നാക്രമണം. വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അതോ ഇറാൻ അവകാശപ്പെടുന്നത് പോലെ കാര്യമായി വലിയ നഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ലെന്നാണോ മനസ്സിലാക്കേണ്ടത്? ടോം, ട്രംപിന്റെ പ്രസ്താവന പൂർണ്ണമായും തെറ്റി എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. അതിനുശേഷം വളരെ വൈകാതെ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇറാന് നേരെ ആക്രമണം നടക്കുകയായിരുന്നു. തൊട്ട് പിന്നാലെ ഇറാനും തിരിച്ചടിച്ചു. ടെൽ അവീവിലേക്ക് ഏതാണ്ട് 100 കിലോ ഭാരമുള്ള പോർമിനോ വഹിച്ച മിസൈലാണ് പതിച്ചത്. ആ തരത്തിൽ വലിയ പോരാട്ടം നടക്കുന്നുണ്ട്. ഇപ്പോൾ മുഹ്സിൻ റൈസായി ഇറാൻ്റെ പ്രതിരോധ മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു പ്രസ്താവന കൂടി വന്നിരിക്കുന്നു. കണ്ണിന് കണ്ണ് എന്ന ഒരു രീതിക്ക് പകരം കണ്ണിന് തല എന്ന രീതിയിലേക്ക് ഇറാൻ മാറുകയാണ്. അമേരിക്കയെ പൂർണ്ണമായും തകർക്കും എന്ന ഒരു യുദ്ധപ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ അശാന്തിയുടെ ആ കാർമേഘം മാറുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബഹ്റൈനിൽ ഇന്ന് ഒരാൾ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി. ഈ ഒരു കരാറുകാരനാണ്, മറ്റൊരു രാജ്യത്തു നിന്നുള്ളൊരു കരാറുകാരനാണ് കൊല്ലപ്പെട്ടതെന്ന വിവരമാണ് ബഹ്റൈനിൽ നിന്ന് പുറത്തു വരുന്നത്. ആ തരത്തിൽ സൗദിയിലും UAE-യിലും ഖത്തറിലും കുവൈറ്റിലും അടക്കം പലപ്പോഴായി ഈ മിസൈലിൻ്റെയൊക്കെ ഭാഗങ്ങൾ വീഴുന്ന അല്ലെങ്കിൽ അവിടുത്തെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുന്ന രീതി ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതിനിടയിലാണ് പാകിസ്ഥാൻ ഇതിനിടയിൽ സമാധാന ചർച്ചകൾക്ക് വരുന്നു എന്ന ചില വിവരങ്ങൾ വരുന്നത്. പാക് സൈനിക മേധാവി അസം മുനീറിനെ ട്രംപ് ടെലിഫോണിൽ ബന്ധപ്പെട്ടു എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഇറാനുമായി ഏതാണ്ട് 1000 കിലോമീറ്റർ അതിർത്തി പാകിസ്ഥാൻ പങ്കിടുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ കുറേ കാലമായി ഈ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ അമേരിക്ക പാകിസ്ഥാനുമായി ചില ബന്ധങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. ഇന്ത്യക്ക് അനുകൂലമല്ലാത്ത തരത്തിലാണ് അങ്ങനെയുള്ള ചില സൗഹൃദം പാകിസ്ഥാനുമായി അമേരിക്ക വെച്ച് പുലർത്തുന്നത്. പഹൽഗാം തീവ്രവാദ കേസോടുകൂടി അല്ലെങ്കിൽ ആ ഭീകരാക്രമണത്തോടുകൂടി അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പാകിസ്ഥാന് കൂടുതൽ തീവ്രവാദ രാജ്യമെന്ന പരിവേഷമുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു മോചനം എന്ന നിലയ്ക്ക് പാകിസ്ഥാനും ഈ അവസരത്തെ കാണുന്നു, അത് മുതലെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇസ്ലാമാബാദിൽ ചർച്ചകൾക്ക് തയ്യാറാണ് അല്ലെങ്കിൽ വേദിയൊരുക്കാമെന്നൊരു ഉറപ്പാണ് പാകിസ്ഥാൻ നൽകിയിരിക്കുന്നത്. ജെഡി വാൻസ് ഉൾപ്പെടെ അമേരിക്കയുടെ പ്രതിനിധികൾ ഇസ്ലാമാബാദിലേക്ക് എത്തുമെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഹോർമുസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിർദ്ദേശങ്ങൾ, ഏതാണ്ട് 15 നിർദ്ദേശങ്ങൾ ഇപ്പോൾ ട്രംപ് ഇറാന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അത് പാലിച്ചാൽ യുദ്ധം പൂർണ്ണമായും ഒഴിവാക്കാമെന്ന ഒരു നിർദ്ദേശമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് തീവ്രവാദത്തിന് ഫണ്ട് ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നതാണ്. തീവ്രവാദം എന്ന് പറഞ്ഞു തുടങ്ങിയ കാര്യം ഏറ്റവും ഒടുവിൽ ഹോർമൂസിൽ അധികാരം പങ്കിടുന്ന നിലയിലേക്ക് അമേരിക്ക കൊണ്ടുപോകുന്നു എന്നൊരു വസ്തുത കൂടിയുണ്ട്. ആദ്യം പറഞ്ഞത് തീവ്രവാദമാണെങ്കിലും ഏറ്റവും ഒടുവിൽ ഒരു കച്ചവടക്കണ്ണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന കാര്യമാണ് കൂടുതൽ പ്രബലമാകുന്നത്. ഈ 15 നിർദ്ദേശങ്ങളിൽ പറയുന്നത് ഹമാസിന് ഫണ്ട് ചെയ്യുന്നത് അവസാനിപ്പിക്കണം, അതുപോലെ തന്നെ ഈ ഹൂതി വിഭാഗത്തിന് ഫണ്ട് ചെയ്യുന്നത് അവസാനിപ്പിക്കണം. ലെബനനിൽ ഇപ്പോഴും ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുകയാണ്. ഇറാനെ അനുകൂലിച്ചുള്ള വിമത സേനാ വിഭാഗം ലെബനനിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട്. അവിടെ തിരിച്ചടി നടക്കുന്നുണ്ട്. ഏതാണ്ട് 1000-ഓളം മരണങ്ങൾ കഴിഞ്ഞ ദിവസം മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹമാസിന് ഇറാൻ വഴിവിട്ട് സഹായം നൽകുന്നു. അതുകൊണ്ടാണ് ഈ പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം അല്ലെങ്കിൽ അത് ഒരിക്കലും അവസാനിക്കാതെ ഗസ എന്നും ഒരു അശാന്തിയുടെ തീരമായി മാറുന്നത്, മുനമ്പായി മാറുന്നത് അതുകൊണ്ടാണെന്ന ആരോപണം അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നു. ഇത്തരം കാര്യങ്ങൾ മറ്റൊന്ന് ഈ ഹോർമൂസിലൂടെയുള്ള യാത്രാ സംവിധാനത്തിന് മേൽ കൂടുതൽ അധികാരം പുലർത്തരുത്. തങ്ങളുടെ സഖ്യരാഷ്ട്രങ്ങൾക്ക്, അതായത് മറ്റ് ഗൾഫ് രാജ്യങ്ങളുണ്ട്, അവർക്കെല്ലാം തന്നെ സഞ്ചരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന ആവശ്യമാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. ഇറാൻ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ സൗദിയുടെ ഒരു നിലപാട് അത് വളരെ നിർണായകമായി മാറുന്നുണ്ട്.
ഇതിൽ മുഹമ്മദ് ബിൻ സൽമാൻ സൗദി ഭരണാധികാരി അദ്ദേഹം അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് യുദ്ധം അവസാനിപ്പിക്കരുത് എന്ന് മാത്രമല്ല കരയുദ്ധത്തിലേക്ക് പോകണം എന്ന കാര്യമാണ്. ജെറാൾഡ് ഫോർഡ് എന്ന അമേരിക്കയുടെ അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വിനോദ് സൂചിപ്പിച്ചതുപോലെ സൗദിയുടെ കിരീടാവകാശിയാണ് മുഹമ്മദ് ബിൻ സൽമാൻ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ അവസരമാണ്, ചരിത്രപരമായ അവസരമാണ്. തീവ്ര നിലപാടുള്ള ഇറാന്റെ ഭരണകൂടത്തിനെതിരെ യുദ്ധം തുടരണമെന്ന്. ഒരുപക്ഷെ മറ്റ് ഗൾഫ് രാജ്യങ്ങളെ പ്രകോപിപ്പിച്ചത് ഇറാൻ അവർക്ക് മേൽ, അതായത് അമേരിക്കയുമായി അടുപ്പമുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ആക്രമണം നടത്തുന്നതാണോ സൗദി പോലുള്ള രാജ്യങ്ങളെ പ്രകോപിപ്പിക്കുന്നത്? അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇത്രയധികം പിന്തുണയുമായി, അവർ പരസ്യ പിന്തുണയുമായി രംഗത്തെത്താനുള്ള കാരണം അതായിരിക്കുമോ? ടോം, 4 ആഴ്ച കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു ട്രംപിൻ്റെ ആദ്യത്തെ പ്രഖ്യാപനം. ഇറാൻ്റെ സൈനിക ശേഷിയിൽ അവർക്ക് അത്ര കണ്ട് വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും ആക്രമണത്തിൻ്റെ സ്വഭാവം ഇറാൻ മാറ്റുകയായിരുന്നു. ഡിഗോ ഗാർഷ്യ എന്ന ദ്വീപ് ആക്രമിച്ചതോടുകൂടിയാണ് അമേരിക്കയും ഇസ്രായേലുമൊക്കെ ഒന്ന് പരുങ്ങുന്നത്. കാരണം 4000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന മിസൈലാണ് ഡിഗോ ഗാർഷ്യയിൽ അവർ വിക്ഷേപിച്ചത്, അല്ലെങ്കിൽ അവിടെ ആക്രമണത്തിന് ഉപയോഗിച്ചത്. ഡിഗോ ഗാർഷ്യ എന്നത് വളരെ സുപ്രധാനമായ ഒരു സൈനിക കേന്ദ്രമാണ്. അമേരിക്കയുടെയും UK-യുടെയും നേതൃത്വത്തിലുള്ള ഒരു സൈനിക താവളം ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 4000 കിലോമീറ്റർ പരിധി എന്നത് സ്വാഭാവികമായും യൂറോപ്യൻ രാജ്യങ്ങളെയും ആഫ്രിക്കനിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങളെയും ഒക്കെ തന്നെ ആക്രമിക്കാൻ തരത്തിലുള്ള ശേഷി ഇറാൻ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വസ്തുതയായി മാറി. 2000 കിലോമീറ്റർ പരിധി വരെയൊക്കെയാണ് പരമാവധി ഇറാൻ്റെ മിസൈൽ ശേഖരത്തിലുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ശേഷി എന്ന ഒരു കരുതലിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്ന കാഴ്ച. മാത്രമല്ല, ഇറാൻ അമേരിക്ക ഇസ്രായേൽ സഖ്യസേനയെ മാത്രമല്ല ഇതുവരെ ആക്രമിച്ചത്, മറ്റു രാജ്യങ്ങളെ, അത് സൗദി ആകട്ടെ, ഖത്തറാകട്ടെ, കുവൈറ്റ് ആകട്ടെ, ബഹ്റൈൻ ആകട്ടെ, UAE അബുദാബിയും ദുബായും ഉൾപ്പെടെ UAE രാജ്യങ്ങളെ ആകട്ടെ, ഒമാനെ ആകട്ടെ, അങ്ങനെ വ്യാപകമായി സമീപ രാജ്യങ്ങളെ ആക്രമിക്കുന്ന നിലയിലേക്ക് ഇറാൻ മാറി. അത് കൃത്യമായ ആയുധശേഷിയുള്ള ഒരു രാജ്യത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. അവിടെയാണ് ഈ 5 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ എന്നത് അമേരിക്കയുടെ ഒരു തന്ത്രമായി ഇറാൻ കണക്കാക്കുന്നത്. കാരണം ജെറാൾഡ് ഫോർഡ് പോലുള്ള കപ്പലുകൾ അറ്റകുറ്റപ്പണികൾക്കായി ഇറാൻ തീരത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. അതിന് പകരം ബോക്സർ എന്ന മറ്റൊരു യുദ്ധക്കപ്പൽ വരുന്നുണ്ട്. എബ്രഹാം ലിങ്കൺ ഇപ്പോഴും ഇറാൻ തീരത്ത് തുടരുന്നു. മറ്റ് 3 യുദ്ധക്കപ്പലുകൾ കൂടി വരുന്നുണ്ട്. പ്രധാനമായും ഇറാൻ്റെ ഈ എണ്ണ വ്യാപാരത്തെ ആക്രമിക്കുക എന്നത് തന്നെയാണ് ഇവരുടെ പ്രധാനമായ ലക്ഷ്യം. അതിൽ തന്നെയാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കണ്ണ് എന്ന കാര്യം വരുന്നു. മാത്രമല്ല, യുറേനിയം സമ്പുഷ്ടീകരണം, അത് ഊർജ്ജ ആവശ്യങ്ങൾക്കാണെന്ന കാര്യം ഇറാൻ ആവർത്തിക്കുന്നുണ്ട്. അത് വിശ്വസിക്കാതെ, അല്ലെങ്കിൽ അത് മുഖവിലേക്ക് എടുക്കാതെ ഇത് ആണവശക്തിയാകാനുള്ള ഇറാൻ്റെ നീക്കമാണ് എന്ന് കരുതി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കം ഈ സഖ്യസേനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക ഇപ്പോൾ പുതുതായി ഒരു 1000 സൈനികരെ കൂടി അയക്കുന്നുവെന്ന വിവരം. എലൈറ്റ് വിഭാഗമായ 81-ാം എയർബേസ് ഡിവിഷനിൽ നിന്നുള്ള സൈനികരെ കൂടി ഇറാൻ തീരത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒരുപക്ഷെ കരയുദ്ധം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാൽ സൈനികരെ കൂടുതലായി വിന്യസിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ടോം, വ്യക്തമാണ്. BB വിനോദാണ് വിവരങ്ങൾ നൽകിയത്.